പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ വചനവും സാക്ഷ്യമെന്ന് പറയുന്ന ഈ പ്രത്യേകാൽ പ്രോഗ്രാമിൽ ദൈവജനവുമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഈ പ്രഭാതത്തിൽ കടന്നു വരുവാൻ സർവ്വവല്ലഭനായ ദൈവം നൽകിത്തന്ന ഈ വിലപ്പെട്ട അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായി സേവനം അനുഷ്ഠിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനനായിരിക്കുന്ന തോമസ് ചെറിയൻ അവർകൾ, ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ വിവിധ തലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ലൈവായി ഈ പ്രഭാതത്തിലെ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന അനുഗതരായിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങി. ഒരു നല്ല പ്രഭാതം നമുക്ക് സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടുകൂടെ നമുക്ക് ആരംഭിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന വിലപ്പെട്ട ഈ അവസരത്തിന് ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിലെ വചനധ്യാനം നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള മണിക്കൂറുകളുടെ ജീവിതത്തിൽ വലിയ പ്രചോദനവും ആശ്വാസവും ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പകലിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗം നാം ധ്യാനിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. ഈ അനുഗ്രഹീത വചനം നമ്മളേവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ. വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പരിശോധിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളുടെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്തമായ ചോദ്യങ്ങൾ ബൈബിളിൽ നിന്ന് ഉയരുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെയും അപ്രകാരം ഒരു ചോദ്യം ഉയരുകയാണ്. 30-ാമത്തെ വാക്യത്തിൽ അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ജീവിതത്തിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിലെ ഉത്കടമായിരിക്കുന്ന ആഗ്രഹമാണ്. സാധാരണഗതിയിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുന്നയിച്ചിട്ടുണ്ടാവാം. സ്നേഹിത, രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഒരുപക്ഷെ തമാശ രൂപേണയാണെങ്കിലും അല്ലെങ്കിൽ കാര്യ ഗൗരവമായിട്ടൊക്കെ അവർ ചോദിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ അതിന് അനുഭവസ്ഥരായിരിക്കും. അപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്ന രക്ഷ എന്താണ്? ഏത് തരത്തിലുള്ള രക്ഷയാണ് ഇവിടെ ഈ മനുഷ്യൻ
പൗലോസിനോട് ശീലാസിനോടൊക്കെ ആയിട്ട് ചോദിക്കുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ 4 അതിപ്രധാനമായ സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, പൗലോസിന്റെയും ശീലാസിന്റെയും മിഷണറി യാത്രയിൽ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വരെ വിലക്കുന്ന സമയം മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള ഒരു നിയോഗം അവർക്കുണ്ടാകും. അതെവിടേക്കാണ് അവർ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്നിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന് പൗലോസ് രാത്രി ദർശനത്തിൽ അത് കാണാനിടയായിത്തീർന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത് മക്കദോന്യ വിളിയാണ്, മാസിഡോണിയൻ കോൾ. മക്കദോന്യയിൽ ചെന്ന് കർത്താവിൻ്റെ വേല ചെയ്ത് അനേകരെ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു കോളിംഗ് നമുക്കവിടെ കാണുകയാണ്. രണ്ടാമത്തത് എന്താണ്? 16-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 11 മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പൗലോസും ശീലാസും തുയത്തേലെ പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു രംഗം നമുക്ക് രണ്ടാമത്തെ സംഭവമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രാർത്ഥനാ സമയത്ത് അവർ ശബത്ത് നാളിൽ ഒരു പ്രാർത്ഥനാ സ്ഥലം അന്വേഷിക്കുമ്പോൾ അവരങ്ങനെ യാത്ര ചെയ്ത് ഒരു പുഴവക്കത്ത് ചെന്ന് അവിടെ നിന്നുകൊണ്ട് ദൈവവചനം പങ്കുവയ്ക്കുന്ന രംഗം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവവചന പ്രഘോഷണം അക്ഷരാർത്ഥത്തിൽ അത്ഭുത വിടുതലിന് വഴിമാറുന്നത് നമ്മൾ കാണുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം ഒരു കാര്യം നിശ്ചയമായി മനസ്സിലാക്കണം. ദൈവവചനത്തിന് മനുഷ്യരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ദൈവവചനത്തിന് മാത്രമേ ഇത് കഴിയുകയുള്ളൂ. എത്ര ഉന്നതനാണെങ്കിലും എത്ര താഴവനാണെങ്കിലും സമൂഹത്തിന്റെ ഏത് തുറകളിൽ ജീവിക്കുന്നവരാണെങ്കിലും അവന്റെ ജീവിതത്തെ എപ്പാടെ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവവചനമാണ്. അപ്പോൾ ഈ ലുദിയയുടെ ദൈവത്തിന്റെ വചനം പൗലോസ് പറയുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്: ലുദി എന്നു പേരുള്ള ദൈവഭക്തി ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ദൈവവചനത്തിന്റെ കേൾവിക്ക് വേണ്ടി അത് ശ്രദ്ധിക്കുന്നവരുടെ ഹൃദയത്തെ തുറക്കുന്ന, അവരുടെ ചെവിയെ ശ്രദ്ധയ്ക്ക് വേണ്ടി തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മൾ കാണുന്നു. ഇന്നും പല കോണുകളിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീതിയിലും അതുപോലെ തന്നെ 4 ആൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം നിന്നുകൊണ്ട് ചെറിയ ഉച്ചാഭാഷണയിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം മടി കൂടാതെ ലജ്ജ കൂടാതെ വിളിച്ചറിയിക്കുമ്പോൾ ഈ വചന ഘോഷണത്തിനിടയിൽ നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതെന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തോട് ചേർന്ന് കേൾവിക്കാരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമാണ് രണ്ടാമത്തെ ഒരു സംഭവമായിട്ട് 16-ാം അധ്യായത്തിൽ കാണുന്നത്. ആ സ്ത്രീ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തിന്റെ മുൻപിലുള്ളൊരു പ്രതികരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 16-ാം വാക്യത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്: അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം. പ്രിയരെ, വചനത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ വ്യക്തമായിരിക്കുന്ന ഒരു സാക്ഷ്യമാണല്ലോ ഈ തുയ്യത്തേക്കാരിയായിരിക്കുന്ന ലുദി എന്ന് പറയുന്ന സഹോദരി. അവളും കുടുംബം സ്നാനമേറ്റുന്ന നിലയിലേക്ക് ദൈവവചനം അവളെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ അതേ വചനത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കരുത്തുണ്ട്, ശക്തിയുണ്ട്. ആ വചനത്തിൻ്റെ പ്രചാരകരായി, പ്രഘോഷകരായി ദൈവം നമ്മെ ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
മൂന്നാമത്തെ സംഭവം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 16, 17, 18 വാക്യങ്ങളിൽ മൂന്നാമത്തെ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? താൻ ചെയ്യുന്ന തൊഴിൽ നിമിത്തം തൻ്റെ യജമാനന്മാർക്ക് ലാഭം വരുത്തുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മൂന്നാമത്തെ ഒരു രംഗം നമ്മളവിടെ കാണുകയാണ്. എന്താണത്? വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയാണ്, ദുരാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ത്രീ. എന്നാൽ അവളുടേതായിരിക്കുന്ന ഉദ്യോഗം മറ്റു ചിലർക്ക് ചില നേട്ടമുണ്ടാക്കി കൊടുക്കുമ്പോൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെ മുമ്പിൽ അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവളിൽ ഉണ്ടായിരുന്ന ആ ദുരാത്മാവിനെ പൗലോസ് പുറത്താക്കുന്നു. പരിണിത ഫലം ആ സ്ത്രീക്ക് സുബോധമുണ്ടാകുന്നു. യജമാനന്മാരുടെ ബിസിനസ് അതുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് അവർക്ക് ഒരു നന്മയും ഈ സ്ത്രീ നിമിത്തം ഉണ്ടാകുന്നില്ല. തൽഫലമായി ഈ ദൈവദാസന്മാർക്കെതിരെ അവർ തിരിയുകയാണ്. മൂന്നാമത്തെ സംഭവം ഒരു വെളിച്ചപ്പാടത്തിയുടെ സൗഖ്യമാണ്. നാലാമത്തെ സംഭവമാണ് ഇന്നലെ പകൽ നമ്മൾ ധ്യാനത്തിനായി വായിച്ച ഒരു കാരാഗൃഹ പ്രമാണിയുടെ മാനസാന്തരം എന്നുള്ളത്. അങ്ങനെ ഇവർ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രസംഗിക്കുകയും അനേകർക്ക് വിടുതലിന് കാരണമായി മാറിയപ്പോൾ അതിൽ കലി പൂണ്ടതായിരിക്കുന്ന ചില വ്യക്തികൾ ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് പൗലോസിനെയും ശീലാസിനെയും വളരെയധികം മർദ്ദിച്ച് ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ച് കാരാഗൃഹത്തിൽ കൊണ്ടടയ്ക്കുകയാണ്. ഈ വസ്തുക്കളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ആ കാരാഗൃഹത്തിൽ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം സഹിക്കുന്ന നിന്ദകൾക്ക്, നാം കേൾക്കുന്ന അപമാന വാക്കുകൾക്ക്, നാം ശാരീരികവും മാനസികമായിട്ട് ഉപദ്രവിക്കപ്പെടുമ്പോൾ നിശ്ചയമായും നമ്മെ അയച്ച ദൈവം ഒരിക്കലും മൗനമായിരിക്കുകയില്ല. അവൻ കൈകെട്ടി നിൽക്കുകയില്ല. ആ കാരാഗൃഹത്തിൻ്റെ തടവറ വല്ലാതെ അവർ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. വെറുമൊരു തടവല്ലായിരുന്നു. കാരാഗൃഹത്തിൻ്റെ അകത്ത് കിടക്കുമ്പോഴും അവർ ചങ്ങലകളാൽ ബന്ധിതരാണ്. അത് ഭയങ്കര ഒരു ശരീരമായിരിക്കുന്ന വേദനയുടെ ആക്കം കൂട്ടുന്ന ഒന്നാണ്. ആ തടവറയ്ക്കുള്ളിൽ അവർക്ക് ഫ്രീ ആയിട്ട് ചലിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അല്പം ആശ്വാസമുണ്ട്. പക്ഷേ അങ്ങനെയും അവർക്ക് കഴിയുന്നില്ല. നമ്മളവിടെ വായിക്കുന്നുണ്ട്, അവിടെ കൈകാലുകൾ ബന്ധനസ്ഥരാണ്. എന്നാൽ അവരത് കാര്യമാക്കാതെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കഴിഞ്ഞ പകലുകളിൽ നടത്തിയതായിരിക്കുന്ന ദൈവജന പ്രഘോഷണങ്ങൾ, അവർ സഞ്ചരിച്ച യാത്രകൾ, ഇത് മാത്രമല്ല അവരുടെ ശരീരത്തെ നന്നായിട്ട് അടിച്ച് മുറിവേൽപ്പിച്ച് എല്ലാവിധത്തിലും ക്ഷീണിതരായിരിക്കുന്ന ആ ദൈവദാസന്മാർ രാത്രിയുടെ അർത്ഥസമയത്ത് അവർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ പേരിലുള്ളതായിരിക്കുന്ന ആത്മാർത്ഥതയും ശുശ്രൂഷയുടെ ആ ഘനമൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ച ദൈവദാസന്മാർക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ അവര് ദൈവത്തെ കുറ്റം പറഞ്ഞോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞൊന്നും രാത്രി കിടക്കുകയല്ല ചെയ്തത്. രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എഴുന്നേറ്റു. അവർക്ക് നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അരുതാത്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ തെരുവുകളിൽ ഉയർത്തിയിട്ടേ ഉള്ളൂ. അത് നിമിത്തം ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ശിക്ഷ അത് മഹത്വമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രാത്രിയിൽ അവർ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനകൾ കുറെ കഴിഞ്ഞപ്പോൾ അത് ഗാനങ്ങളായിട്ട് അത് മാറാനിടയായിരുന്നു. പാടി പിന്നെ അത് സ്തുതിയും ആരാധനയുമായിട്ട്, എന്തിനധികം പറയുന്നു, കാരാഗ്രഹം
ഒരാരാധന വേദിയായിട്ട് ആ അർദ്ധരാത്രി മാറുകയാണ്. നമ്മളെ കൊണ്ട് പലപ്പോഴും അത് സാധിക്കുമോ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ശാരീരികമായ ക്ഷീണനിമിത്തവും ഉപദ്രവത്താലുള്ളതായിരിക്കുന്ന മുറിവുകൾ നിമിത്തമൊക്കെ ഞരങ്ങിയും മൂളിയും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും താല്പര്യപ്പെടാതെ കിടപ്പിൽ കിടക്കാനാണ് സാധ്യത. എന്നാൽ അവർ എഴുന്നേറ്റ് ആ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആ കാരാഗൃഹത്തിലുള്ളതായ ആരാധനയുടെ അന്തരീക്ഷം തങ്ങളെപ്പോലെ സമാനമായ രീതിയിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്ന് വായിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഒരു ചിന്തയോടെ ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ, ഒരിക്കലും നമ്മൾ ആയിരിക്കാത്ത ഇടങ്ങളിൽ നമ്മൾ ആയിത്തീരുമ്പോൾ നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ദൈവീയ ആരാധനയും ചിലർ ശ്രദ്ധിക്കുവാനിടയായിത്തീരും. ഇതിന് കാരണമുണ്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ആ കാരാഗൃഹത്തിൽ ഈ തടവുകാർ കേട്ടിട്ടില്ലായിരിക്കാം. ആദ്യമായിട്ട് ഒരുപക്ഷെ കേൾക്കുന്ന ഒന്നായിരിക്കാം ഈ പ്രാർത്ഥനയും പാട്ടും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അല്പം കൂടെ അത് ശ്രദ്ധിക്കാനുള്ളതായ താല്പര്യം കാണിച്ചു. ആ ശ്രദ്ധ അവരുടെ ജീവിതത്തിൽ പോലും ഒരു വഴിത്തിരിവായി മാറി. നോക്കുക, പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, പാടുന്നവർ മാത്രമല്ല, സ്തുതിക്കുന്നവർ മാത്രമല്ല, അത് ആത്മാർത്ഥമായി ശ്രദ്ധിച്ചവർക്കും കൂടെയുള്ള ഒരു വിടുതലിന് കാരണമായി കാരാഗ്രഹം മാറുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചേ. തുടർവാക്യങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. കാരാഗ്രഹത്തിന്റെ അകത്തടയ്ക്കപ്പെട്ട ഒരു വ്യക്തി പുറത്തു വരണമെങ്കിൽ ആ കാരാഗ്രഹത്തിന്റെ ഗേറ്റ് കീപ്പർ, ആ വാതില് അടച്ചത് സൂക്ഷിക്കുന്ന വ്യക്തി വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. കാരണം താക്കോലിട്ട് തുറന്ന് ആ തടവുകാരനെ പുറത്തു കൊണ്ടുവരണം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ളൊരു ഇടപെടലാണ് നടക്കുന്നത്. ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. ആ ഭൂകമ്പം എന്ത് ചെയ്യുന്നു? കാരാഗ്രഹത്തെ അപ്പാടെ പിടിച്ചു കുലുക്കുകയാണ്. ആ കാരാഗ്രഹം ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? കാരാഗ്രഹത്തിൻ പൂട്ടുകൾ തകർന്ന വാതിൽ തുറന്നു പോകുവാനിടയായി. അസാധാരണമായിരിക്കുന്ന ഒരു ഇടപെടലല്ലേ, ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടലല്ലേ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അത് ദൈവത്താൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ദൈവത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുവാൻ പൗലോസിന്റെ ശീലാസിന്റെ ഈ കാരാഗ്രഹത്തിലെ പ്രാർത്ഥനയും അവിടെയുള്ളതായിരിക്കുന്നവരുടെ സ്തുതിയും ആരാധനയും അത് കാരണമായി മാറി. അങ്ങനെ കാരാഗ്രഹത്തിന്റെ വാതിലൊക്കെയും തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ശീലാസിന്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങല മാത്രമല്ല അഴിഞ്ഞത്. എന്നാൽ കുറ്റവാളികളായി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റങ്ങൾ ചെയ്ത മനുഷ്യരായി, ശിക്ഷിക്കപ്പെട്ടവരായി അകത്ത് കിടക്കുന്ന എല്ലാ തടവുകാരുടെയും കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞുപോയി. നോക്കണേ, ഒരു കാരാഗ്രഹത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. ചങ്ങലകൾ അഴിഞ്ഞുപോയി വീണു. ഈ സമയത്താണ് കാരാഗ്രഹ പ്രമാണി ഉറക്കമുണരുന്നത്. നല്ലൊരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യൻ എന്ന ഒരു പക്ഷെ നമുക്ക് തോന്നാമല്ലേ. കാരാഗ്രഹം നമ്മോടെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തി തൻ്റെ ദൗത്യ നിർവഹണ, തൻ്റെ ചുമതലയിൽ അല്ലെങ്കിൽ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായിട്ടാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ താൻ ഉറങ്ങിയതിന്റെ കാരണം കാരാഗ്രഹം നന്നായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരും ചാടിപ്പോകാനുള്ള സാധ്യതകളൊന്നും അതിനകത്തില്ല. അതുകൊണ്ടൊന്ന് ഉറങ്ങിയേക്കാം എന്നുള്ളതായിരിക്കുന്ന ചിന്തയിൽ അദ്ദേഹം തൻ്റെ ഡ്യൂട്ടിക്കിടയിലും ഒന്ന് ഉറങ്ങി. പക്ഷേ അദ്ദേഹം ഉറക്കമുണർന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിപ്പോയി. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് താൻ കാണുകയാണ്. താൻ വിചാരിച്ചു ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, കാരണം മേലധികാരികൾ തന്നെ വിളിക്കും, താൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട്
ഒരു കാര്യം ഉറപ്പാണ്, നല്ലൊരു ശിക്ഷ എനിക്ക് കിട്ടും എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് താന് മറ്റൊന്നും ആലോചിച്ചില്ല. താൻ ചെയ്യാൻ ശ്രമിച്ച കാര്യം എന്താണ്? വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയരെ, കർത്തൃവേലയിലായിരിക്കുന്ന യേശു കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന ദൈവദാസിദാസന്മാരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കരാപ്രമാണി വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഈ വാസ്തവത്തിൽ അത്? നമ്മളൊക്കെ പറയാറുണ്ട്, ആത്മഹത്യ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ശരിക്കും അതല്ലേ അവിടെ അദ്ദേഹം ചെയ്യാൻ പോകുന്നത്? തൻ്റെ ആത്മാവിനെ സ്വയമായിട്ട് നശിപ്പിക്കാൻ താൻ ശ്രമിക്കുന്ന ഒരു രംഗം. തന്നെത്താൻ വാളെടുത്ത് കുത്തിക്കൊല്ലുവാൻ തുനിയുന്നതായ മനുഷ്യൻ. ഈ സമയത്താണ് പൗലോസിന്റെ ഇടപെടൽ നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് കൈമാറുവാൻ ഒരു വലിയ ചിന്ത ആ ഭാഗത്തുണ്ട്. എന്താണത്? പ്രൈസ് ദി ലോർഡ്. ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന, ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന, ജീവിതം പരാജയപ്പെട്ടു, ജീവിതം മടുത്തിട്ട് അത് വ്യത്യസ്തമായ നിലകളിൽ കടഭാരമായിട്ടോ മാനസികമായിരിക്കുന്ന ഭാരങ്ങൾ നിമിത്തമോ ജീവിതം ഒടുക്കിക്കളയുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ ചുറ്റും ഇല്ലാതില്ല. എന്നാൽ അവരോട് നമുക്ക് പറയാനൊരു സന്ദേശമുണ്ട്. സ്നേഹിത, സുഹൃത്തെ, നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ, ആത്മഹത്യ എന്ന അതിദാരുണമായിരിക്കുന്ന പ്രവണതയിൽ നിന്ന് ഒരുവനെ വഴിതിരിച്ചുവിടേണ്ടതിന് നാം ആ ദേശത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. അവരോട് ദൈവിക സന്ദേശം പങ്കുവയ്ക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ആ ഉദ്യമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് യേശു കർത്താവിൻ്റെ ഒരു നല്ല ദാസനാക്കി മാറ്റുവാൻ, ദൈവത്തിൻ്റെ ഒരു പൈതലാക്കി മാറ്റുന്നതിൽ നമുക്ക് നിർണായകമായ പങ്കുണ്ട്. ആ ഒരു സന്ദേശമല്ലേ അവിടെ ഉയർന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അതെ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ, നാം പാർക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, മരണത്തിന് വേണ്ടി കൊതിക്കുന്ന, ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ജീവിതം മടുത്തിട്ട് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ തിരിച്ചറിയുക, അവരോട് പറയണം, ഞങ്ങളിവിടെയുണ്ട്. നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകിത്തരാൻ, അതിന് പരിഹാരം വരുത്തുന്ന ഒരു പരിഹാരകനെ പരിചയപ്പെടുത്തി തരുവാൻ ഞങ്ങളിവിടെയുണ്ട് എന്നുള്ളത് അവരോട് പങ്കുവയ്ക്കുവാൻ. അതാണ് സുവിശേഷം, അതാണ് ദൈവജന പ്രഘോഷണം എന്നുള്ളത്. നമ്മൾ അങ്ങനെ ആ ഭാഗം വായിച്ച് താഴേക്ക് വരുമ്പോൾ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ഭാഗത്ത് വായിക്കുന്നത്, അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? സ്തോത്രം. ഭയന്നും വിറച്ചും നിൽക്കുന്ന ആ മനുഷ്യനെ എന്ത് ചെയ്തു? അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അവരോട് ചോദിക്കുക, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ഒന്നായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. താൻ എന്ത് ചെയ്യണം? ഒരുപക്ഷെ കാരാപ്രമാണിയായിട്ടും ഒത്തിരി അറിവുകൾ തനിക്കുണ്ടായിട്ടും ജീവിതത്തിൽ ഇതുവരെ വേണ്ട പോലെ രക്ഷ അനുഭവിക്കാൻ കഴിയാതെ വന്ന ഒരു വ്യക്തിത്വത്തിനുടമ. ആ രക്ഷ എന്താണ്? അതൊരു ശാരീരിക രക്ഷയല്ല. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ആത്മാവിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആത്മാവിൻ്റെ രക്ഷയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അത് ലളിതമായ കൃത്യതയാർന്ന ഒരു മറുപടിയാണ് പൗലോസ് കൊടുക്കുന്നത്. ഇന്ന് സുവിശേഷ ഘോഷണത്തിൽ നമ്മളെല്ലാവരുമായിരിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ പ്രാധാന്യത, ദൈവജനം പങ്കുവയ്ക്കുന്നതിൻ്റെ ആവശ്യകത നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ
കൊതിക്കുന്ന, രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവരുടെ മുൻപിൽ ആ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്തം നമ്മിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭവനങ്ങൾ കയറിയും അതുപോലെ തന്നെ പല കവലകളിലൊക്കെ നിന്നുകൊണ്ട് യേശു കർത്താവിനെ നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ ഈ മനുഷ്യനും രക്ഷപ്പെടണമെന്നൊരു വലിയ ആഗ്രഹം ഉള്ളിലുണ്ട്. എന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് പൗലോസ് കൊടുക്കുന്ന ലളിതമായ ഒരു മറുപടിയാണ്. ആർക്കും ചെയ്യുവാൻ കഴിയുന്ന, ഈ രക്ഷയ്ക്ക് വേണ്ടി ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായിരിക്കുന്ന മറുപടി. അതിങ്ങനെയാണ് നമ്മൾ കാണുന്നത്: കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്ര ലളിതമാണ്, എത്ര എളുപ്പമാണ്. ജീവിതത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പൗലോസ് നിരത്തുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഏറ്റവും ലളിതവുമാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ കർത്തൃത്വത്തിൽ വിശ്വസിക്കുക, യേശു ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതേ പൗലോസ് റോമാ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രക്ഷ പ്രാപിക്കാൻ കഴിയുന്നതിന് അല്പം കൂടെ ഒരു വിശദീകരണം പൗലോസ് കൊടുക്കുന്നത് റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എത്ര സിമ്പിളാണ്, എത്ര ലളിതമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് നമ്മളൊന്ന് വിശ്വസിച്ച്, ആ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ വായുകൊണ്ട് അവനെ ഏറ്റുപറയുന്നത്. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ്റെ ചുടുനീളം പാപത്തിൻ്റെ കറകളെ മായ്ച്ചു കളയാൻ പര്യാപ്തമായതാണ്. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ കാരാഗൃഹ പ്രമാണിയുടെ ജീവിതത്തിൽ അവൻ രക്ഷ പ്രാപിക്കുവാൻ കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കേൾവി മാത്രമാണ്. സ്തോത്രം. ഒരു കാരാപ്രമാണി രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ യേശുവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷം പൗലോസ് അവിടെ പറഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം? 2 വാക്കേ പറഞ്ഞുള്ളൂ: കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ പ്രിയരെ, ഈ നാളുകളിൽ അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികൾ രക്ഷ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അവരെ ആ രക്ഷാനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? മറ്റൊന്നും നമുക്ക് ചെയ്യേണ്ടതില്ല. യേശു ക്രിസ്തുവിനെ ഉയർത്തുക, യേശു ക്രിസ്തുവിനെ ലോകർക്ക് മുൻപിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇനിയും യേശുവിനെ അറിയേണ്ട പോലെ അറിയാത്തവരുടെ ഇടയിൽ ആ യേശു കർത്താവിനെ ആമൻ പ്രസന്റ് ചെയ്യുവാൻ, സുവിശേഷ സന്ദേശത്തിലൂടെ യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ ഈ പ്രഭാതത്തിലെ ഈ വചന ധ്യാനം നിങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവും ഒരു പുതിയ പ്രചോദനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ വചനധ്യാനം ഞാനവിടെ നിർത്തുകയാണ്. ഈ നാളുകളിൽ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ പ്രചാരകരായി ദൈവത്തിനായി നമുക്ക് പ്രയോജനപ്പെടാമെന്ന് ഓർപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിൻ്റെ എല്ലാ ചുമതലപ്പെട്ടവർക്കും, പ്രത്യേക ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായിരിക്കുന്ന പ്രിയ തോമസ് ചെറിയാൻ അവർക്കും എൻ്റെ ഹൃദ്യമായിരിക്കുന്ന നന്ദിയും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.